ഇന്ന് നമ്മൾ സംസാരിക്കുന്ന പാർക്കിൻസൺസിനെ കുറിച്ചാണ്. 50-60 വയസ്സ് തുടങ്ങുമ്പോഴാണ് സാധാരണ ആദ്യത്തെ സൈനുകൾ കാണുന്ന പാർക്കിൻസൺസ് വരുന്നത്. ഈ രോഗം ശരിക്കും ആണുങ്ങളെയാണ് കൂടുതൽ അഫക്റ്റ് ചെയ്യുന്നത്. 2% മോർ ലൈക്ലിയാണ് ആണുങ്ങൾ അഫക്റ്റ് ചെയ്യാൻ പെണ്ണുങ്ങളെക്കാട്ടി, പ്രത്യേകിച്ച് പ്രായമായ ആണുങ്ങൾ. ഇപ്പോഴത്തെ സ്റ്റാറ്റിസ്റ്റിക്സ് വെച്ച് ഇന്ത്യയിൽ എല്ലാ 1,00,000 ആൾക്കാരിലും ഒരു 15-50 പേർക്ക് ഈ രോഗം കാണുവാനുണ്ട്, പ്രത്യേകിച്ച് പ്രായമുള്ള ആൾക്കാർ. പക്ഷേ ലോകത്തെ സ്റ്റാറ്റിസ്റ്റിക്സ് വെച്ച് നോക്കുവാണെങ്കിൽ 1,138 ആൾക്കാർക്ക് കാണുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഡിഫറൻസിൻ്റെ കാരണം മിക്കവാറും നാട്ടിലത് ഡയഗ്നോസ് ചെയ്യുന്നില്ല. ആൾക്കാർക്ക് അറിയത്തില്ല ഈ രോഗം ഉണ്ടെന്നും അത് രോഗം വരുമ്പം അത് ജസ്റ്റ് പ്രായമാകുന്നതാണെന്ന് വിചാരിച്ചുകൊണ്ട് ആശുപത്രി പോകാതിരിക്കുന്നതുമായിരിക്കാം. അപ്പോൾ ഈ രോഗത്തെക്കുറിച്ച് നമ്മൾ കൂടുതൽ അറിഞ്ഞാലേ നമുക്ക് അതിനെ ട്രീറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. എന്നാലേ നമുക്ക് ഈ രോഗം എത്രത്തോളം മിനിമൈസ് ചെയ്ത് ആൾക്കാരുടെ ലൈഫും ക്വാളിറ്റി ഇച്ചിരി ബെറ്റർ ആക്കാൻ പറ്റത്തുള്ളൂ. പ്രത്യേകിച്ച് നമുക്ക് പ്രായമായ ബന്ധുക്കളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർ പെട്ടെന്ന് ഇത്തിരി വീഴാൻ തുടങ്ങുവാണേലോ, അവർ പെട്ടെന്ന് ഫ്രീസ് ചെയ്യാൻ തുടങ്ങുവാണേലോ, അവരുടെ കൈ ട്രെമറുകൾ ഇങ്ങനെ കൈ വിറയ്ക്കാൻ തുടങ്ങുവാണേലോ പ്രത്യേകിച്ച് എത്രയും പെട്ടെന്ന് ആശുപത്രി കൊണ്ടുപോകണം. ഇതിൻ്റെ സയൻസ് എന്ന് പറഞ്ഞാൽ മുഖം കുറച്ചുകൂടെ മാസ്ഡ് ആയിരിക്കും, എക്സ്പ്രഷനുകളൊന്നും അധികം വരത്തില്ല. അല്ലെങ്കിൽ നമ്മൾ ഫ്രീസ് ചെയ്യാൻ തുടങ്ങും, നമ്മൾ നടക്കുമ്പോൾ പെട്ടെന്ന് നിൽക്കും, പിന്നെ തിരിച്ച് നടക്കാൻ ബുദ്ധിമുട്ടാണ്, പെട്ടെന്ന് വീഴും. നമ്മൾ നടക്കുമ്പോൾ വലിയ വലിയ സ്റ്റെപ്പുകൾ എടുക്കാൻ പറ്റത്തില്ല, പെട്ടെന്ന് ഷഫ്ലിംഗ് ആയിട്ടായിരിക്കും സ്റ്റെപ്പ് എടുക്കുന്നത്. ഇതൊക്കെയാണ് അതിൻ്റെ സൈനുകൾ. ഇത് വല്ലതും വരുവാണെങ്കിൽ പെട്ടെന്ന് ആശുപത്രിയിൽ പോവുക, ഡോക്ടറിനെ കാണുക, അവരതിൻ്റെ ട്രീറ്റ്മെൻറ്റ് തുടങ്ങുക. വീട്ടിൽ തന്നെ എക്സസൈസ് വെച്ച് നമുക്കിതെങ്ങനെ ട്രീറ്റ് ചെയ്യാം. നമ്മൾ മെയിനായിട്ട് ചിന്തിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിന് ഏറ്റവും നല്ല മരുന്ന് ബിഗ് മൂവ്മെൻറ്റ്സ് ആണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ വലിയ വ്യായാമങ്ങൾ. നമ്മൾ കൈ കാലും ശരിക്കും പൊക്കുക, താക്കുക, തിരിയുക. ഞാനിവിടെ കാണിക്കാം ഒരു സീരീസ് ഓഫ് എക്സസൈസുകൾ നമുക്ക് ഈ വലിയ റേഞ്ച് ഓഫ് മോഷനുകളിലൂടെ ചെയ്യാം. കാരണം സാധാരണ ആൾക്കാർ പ്രായമാകുമ്പോൾ നമ്മളങ്ങ് ചുരുങ്ങും, നമ്മൾ ചെറിയ ചെറിയ സ്റ്റെപ്പുകൾ എടുക്കാൻ നോക്കും, ചെറിയ ചെറിയ ആദ്യം അനങ്ങാതിരിക്കാൻ നോക്കും. അതാണ് ഇതിൻ്റെ ഏറ്റവും വേഴ്സ്റ്റ് കാര്യം ചെയ്യാൻ പറ്റുന്നത്. നമ്മൾ വലിയ മൂവ്മെൻറ്റ്സ് ചെയ്യാൻ ശ്രമിക്കും. മെയിനായിട്ടെന്ന് പറഞ്ഞാൽ നമ്മൾ എക്സസൈസ് ചെയ്യാൻ പറയുവാണെങ്കിൽ അവർക്കത് ഇഷ്ടമായിരിക്കണം, അവർക്കത് ചെയ്യാൻ തോന്നണം. അവർക്ക് സൈക്കിൾ ചവിട്ടാനാണ് ഇഷ്ടമെങ്കിൽ അതാണ് നമ്മൾ അവരോട് പറയേണ്ടത്. അവർക്ക് നീന്താൻ ഇഷ്ടമാണെങ്കിൽ നീന്ത്, അല്ലെങ്കിൽ യോഗ ചെയ്യുവാണെങ്കിൽ യോഗ. പിന്നെ നമ്മൾ എന്ത് എക്സസൈസ് ചെയ്യുന്നതിൽ ഇച്ചിരി ബാലൻസും നമ്മൾ ചെയ്യണം. ഒറ്റക്കാലം നിൽക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ ഒരു ഒബ്സ്റ്റക്കിൾ നമ്മൾ വെച്ചിട്ട് അതിൻ്റെ മണ്ടയ്ക്കൂടെ നടക്കുക, വീഴാതിരിക്കാൻ ശ്രമിക്കുക. നമ്മൾ അടുത്തൊരാൾ വേണം ജസ്റ്റ് ഇൻ കേസ്, പക്ഷേ നമ്മൾ അവരുടെ ബാലൻസിനെ ടെസ്റ്റ് ചെയ്യണം. ലാസ്റ്റായിട്ട് നമ്മൾ ഡ്യുവൽ ടാസ്ക് ചെയ്യണം. ഡ്യുവൽ ടാസ്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു കാര്യം ചെയ്തുകൊണ്ട് നമ്മൾ വേറൊരു കാര്യം ചെയ്യുക, നമ്മൾ നടന്നുകൊണ്ട് സംസാരിക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ 2 കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യുക. പല്ല് തേച്ചുകൊണ്ട് ഒറ്റക്കാലം നിൽക്കുക. ഇങ്ങനെ 2 ടാസ്കുകൾ ഒരുമിച്ച് ചെയ്യുമ്പോൾ നമ്മുടെ ബ്രെയിൻ കൂടുതൽ വർക്കാവും, നമ്മുടെ ബ്രെയിൻ ചൂടെ റിപ്പയർ ആവാൻ, കുറച്ചുകൂടി ഹീലാവാൻ ശ്രമിക്കും. ഇതൊക്കെയാണ് ഈ പാർക്കിൻസൺസിന് ഏറ്റവും നല്ല എക്സസൈസുകൾ. അത് വീട്ടിൽ എപ്പോഴും ചെയ്യാവുന്നതാണ്. ഇത് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് നാളിലൂടെ നമ്മൾ